ഹായ് മുത്തുമണികളെ, എന്തൊക്കെ പാട് സുഖല്ലേ? ഇന്ന് രണ്ട് കിടിലൻ അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കാം കേട്ടോ. ഒന്ന് നമ്മുടെ മമ്മൂക്കയുടെയും ഒന്ന് നമ്മുടെ ലാലേട്ടൻ്റെയും. ഫസ്റ്റ് ഞാൻ ലാലേട്ടനെ പറയാം. നമ്മുടെ ലാലേട്ടൻ്റെ 2025 ഏറ്റവും വമ്പൻ ഹിറ്റിൽ ഇടം പിടിച്ച ചിത്രമാണ് തുടരും. തരുൺ മൂർത്തി, ലാലേട്ടൻ, രഞ്ജിത്ത് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ഈ ചിത്രം കോടി ക്ലബിൽ ഇടം നേടി. ഇതിന് ഇന്നലെ ഇതിൻ്റെ ഒരു സക്സസ് സെലിബ്രേഷൻ ആയിരുന്നു. അതിൽ നമ്മുടെ രഞ്ജിത്ത് ഏട്ടൻ ഇവരുടെ നെക്സ്റ്റ് മൂവിയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടന് വേണ്ടിയിട്ട് അവർ ഗിഫ്റ്റ് ചെയ്യണത് എന്താ വെച്ചാൽ തരുൺ മൂർത്തി ലാലേട്ടൻ മൂവിയാണ് നെക്സ്റ്റ് തുടങ്ങുന്നത്. നമുക്കറിയാം തുടരും അടിപൊളി പടയും. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി പടയും. കാരണം 2025 ഏറ്റവും ഒരു നല്ല സിനിമകളിൽ ഇടം പിടിച്ച ഒരു അടിപൊളി ലാലേട്ടൻ്റെ ഒരു പഴയ കാലത്തെ ലാലേട്ടന് തിരിച്ചു കിട്ടിയൊരു മൂവി കൂടിയായിരുന്നു. ആക്ഷൻ സെന്റിമെന്റ്സ് പാട്ട് എല്ലാം കൊണ്ടും അടിപൊളിയായ ചിത്രമാണ്. അപ്പൊ അതുപോലെ തന്നെ വീണ്ടും ഇവർ ഒന്നിക്കുമ്പോൾ നമുക്കൊരു വമ്പൻ ഹിറ്റിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കേണ്ടത്. അടുത്തതായി നമ്മുടെ മമ്മൂക്ക ക്യാമിയോ റോളിൽ വരുന്ന നമ്മുടെ ലാലേട്ടന്റെ അനന്തരവൻ അദ്വൈത് നായർ സംവിധാനം ചെയ്യുന്ന മൂവിയാണ് ചത്താ പച്ച എന്ന മൂവിയാണ്. നമ്മുടെ അർജുൻ അശോകനാണ് മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത്. അതിലൊരു റെസ്ലിംഗ് കോച്ചിന്റെ വേഷത്തിലാണ് നമ്മുടെ മമ്മൂക്ക എത്തുന്നത്. മമ്മൂക്ക ഇപ്പോൾ ലണ്ടനിലാണ്, പാട്രിയോട്ടിന്റെ ഷൂട്ടുമായിട്ട് അദ്ദേഹം ലണ്ടനിലാണ്. അതിനുശേഷം അദ്ദേഹം ഈ കൊച്ചിയിലോട്ട് വരികയാണ്. നമുക്കറിയാം അദ്ദേഹം അസുഖബാധിതനായിട്ട് അദ്ദേഹം ഒരുപാട് കാലം ചെന്നൈയിലായിരുന്നു. അതിനുശേഷം അദ്ദേഹം നേരെ പോയത് പാട്രിയോട്ടിന്റെ ഹൈദരാബാദ് ലൊക്കേഷനോട്ടാണ്. ഹൈദരാബാദ് ലൊക്കേഷൻ കഴിഞ്ഞ് നേരെ അദ്ദേഹം പോയത് ദുബായിലോട്ടാണ്. ദുബായിൽ അബുദാബിയിലായിരുന്നു. അതിന്റെ 2 ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം നേരെ പോയത് നമ്മുടെ ലണ്ടനിലോട്ടാണ്. ലണ്ടനിലെ അവരുടെ ഷൂട്ട് ഫുള്ള് തീർന്നിട്ടുണ്ട്. ഇനി ബാക്കി വരുന്നത് കൊച്ചിയിലാണ്. മമ്മൂക്ക, ലാലേട്ടൻ, കുഞ്ചാക്കോ ബോബൻ, അതുപോലെ ഫഹദ് ഫാസിൽ, നന്ദന ഇവരുടെ ഒരു കോമ്പിനേഷൻ സീൻസ് ആണ് ഇനി എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവരിനി വരാൻ പോകുന്നത് കൊച്ചിയിലോട്ട് വരികയാണ്. പക്ഷേ ഈ വരുന്ന ഫസ്റ്റ് അവര് അഭിനയിക്കുക നമ്മുടെ അദ്വൈത് നായർ സംവിധാനം ചെയ്യുന്ന ചത്ത പച്ച എന്ന സിനിമയിൽ ക്യാമിയോ റോളിലാണ് അദ്ദേഹം ആദ്യം അഭിനയിക്കുക. ഒക്ടോബർ 29 അദ്ദേഹം കൊച്ചിയിൽ ലാൻഡ് ചെയ്യുന്നതാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. അതിനുശേഷം അദ്ദേഹം അതിന്റെ ക്യാമിയോ റോള് തീർത്തതിന് ശേഷമാണ് നമ്മുടെ പാട്രിയോട്ട് മമ്മൂക്ക ലാലേട്ടൻ മൂവിയായ പാട്രിയോട്ടിൽ അദ്ദേഹം ജോയിൻ ചെയ്യുക. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു അടിപൊളി മൂവിയാണ് ചത്താപ്പച്ച. ഒരു വെറൈറ്റി രീതിയിലുള്ള ഒരു വെറൈറ്റി ഒരു കൺസെപ്റ്റുള്ള ഒരു മൂവിയാണ്. ഒരു നല്ലൊരു അടിപൊളി ഒരു ക്രിസ്മസ് വിരുന്നാകും ഈ ചിത്രം നമുക്ക് കിട്ടുക. കാരണം അദ്ദേഹം ഒരു റെസ്ലിംഗ് കോച്ചിന്റെ വേഷത്തിലാണ് മമ്മൂക്ക വരുന്ന ഒരു ആക്ഷൻ മൂവിയാണ്. ആക്ഷനും എല്ലാം കൂടി ഒത്തിറങ്ങിയ ഒരു മൂവി കൂടിയാണ്. അതിൽ നമ്മുടെ അർജുൻ അശോകനെ കൂടാതെ റോഷൻ മാത്യു ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വൈശാഖ് നായർ, ഇഷാൻ ഷൗക്കത്ത് ഇതിന്റെ പ്രൊഡക്ഷൻ ഷിഹാൻ ഷൗക്കത്താണ്. അതായത് നമ്മുടെ ഇഷാൻ ഷൗക്കത്തിന്റെ ഫാമിലി ഫാദർ തന്നെ തോന്നും അത് ചെയ്യുന്നത്. സംവിധാനം അദ്വൈത് നായർ. അതിന്റെ സ്റ്റണ്ട് കലൈസിംഗൻ. അടിപൊളി മൂവിയാണെന്നാണ് കേട്ടത്. കാരണം അതിന്റെ ടീസർ ലീക്ക് ആയിരുന്നു കേട്ടോ. ഈ ചത്താപ്പച്ചയുടെ ടീസർ ലീക്ക് ആയിരുന്നു. ഒരു അടിപൊളി സംഭവമായിരുന്നു കേട്ടോ. അത് അവർ യൂട്യൂബിൽ റിലീസ് ചെയ്തില്ല. എന്തായാലും നവംബറിൽ അതിന്റെ ആ ടീസർ ചിലപ്പോൾ അതാകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുണ്ടാവും. വേറൊരു ചിത്രത്തിനും കൂടി കുറിച്ച് പറയാനുണ്ട്. നമ്മുടെ മമ്മൂക്ക കമ്പനി പ്രൊഡക്ഷനിൽ വരുന്ന നമ്മുടെ കളങ്കാവില്. അതിന്റെ ന്യൂ അപ്ഡേഷൻ എന്ന് വെച്ചാൽ അതിൽ ഒരുപാട് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ നായികമാര് അഭിനയിക്കുന്ന ഒരു സിനിമയാകും കളങ്കാവിൽ നിന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. അതിൽ നമ്മുടെ മീരാ ജാസ്മിൻ ഏകദേശം 10-18 വർഷത്തിന് ശേഷം മമ്മൂക്കയുമായിട്ട് ഒരു കോമ്പിനേഷൻ വരികയാണ്. അവര് ഒരേ കടൽ എന്ന സിനിമയിലാണ് അവർ ഒന്നിച്ചിട്ടുള്ളത്. അതിനുശേഷം വരുന്നൊരു മൂവിയാണ്. ഒരുപാട് നായികമാര് സിനിമയിലുണ്ട് കേട്ടോ. മെയിൻ നായികമാർക്ക് പ്രാധാന്യം കൊടുത്ത ഒരു മൂവി കൂടിയാണെങ്കിൽ മമ്മൂക്കയുടെ വില്ലനാണ്. മമ്മൂക്കയുടെ ക്യാരക്ടർ ഒരു വില്ലൻ ക്യാരക്ടറാണ്. പ്രത്യേകിച്ചൊരു സ്ത്രീ ബേസ്ഡ് മൂവികളാണ്. പ്രത്യേകിച്ച് സ്ത്രീകളെ കൊല്ലുന്ന, അതായത് വേട്ടയാടി കൊല്ലുന്ന ഒരു ക്രൂരനായ വില്ലന്റെ കഥ കൂടിയാണ്. അതിന്റെ സിനോപ്സിസ് ഒക്കെ പുറത്തു കിട്ടിയിരുന്നു. അപ്പൊ നമുക്ക് എല്ലാം കൂടി പ്രതീക്ഷിക്കാം ഈ നവംബർ ക്രിസ്മസ് ടൈമിലൊക്കെ മമ്മൂക്കയുടെ ലാലേട്ടൻ്റെ ഒക്കെ ഒരു വമ്പൻ വിരുന്നിന് വേണ്ടി. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം ഷെയർ ചെയ്തോളി, കമന്റ് ചെയ്തോളി, സപ്പോർട്ട് ചെയ്തോളി ഒക്കെ.